ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 82 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ വെസൽ കണ്ടെയ്ൻ 4.05 liters ഓഫ് കോക്കനട്ട് ഓയിൽ. ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ് ടു ഫിൽ 0.45 liter ബോട്ടിൽസ്. ഹൗ മെനി ബോട്ടിൽസ് ആർ നീഡഡ്? അതായത് ഒരു പാത്രത്തിൽ 4.05 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട്. അത് 0.45 ലിറ്റർ കൊള്ളുന്ന ഓരോ ബോട്ടിലാക്കിയാൽ എത്ര ബോട്ടിൽ നമുക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. ആദ്യം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാല്ലേ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആ ഒരു വെസലിൽ എത്രയാണ് കോക്കനട്ട് ഓയിൽ ഉള്ളത് എന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? 4.05 ലിറ്റർ ആണ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞത്? ഒരു ബോട്ടിൽ കൊള്ളുന്ന കോക്കനട്ട് ഓയിലിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 0.45 ലിറ്റർ ആണ്. എന്താ കണ്ടുപിടിക്കാൻ പറ്റുള്ളത്? എത്ര ബോട്ടിലാണെന്ന് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ബോട്ടിൽ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4.05 ഡിവൈഡഡ് ബൈ 0.45 കണ്ടാൽ മതി അല്ലേ. 4.05നെ 0.45 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പർ ബോട്ടിൽ ഉണ്ടാവും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നോക്കൂ, അത് ഡിവൈഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം ആ ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ഫ്രാക്ഷൻ നമ്പർ ആക്കിയിട്ട് മാറ്റണം അല്ലേ. അതിന് ശേഷം അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതാം. അപ്പോൾ നോക്കൂ, 4.05 എന്നുള്ളതിനെ ഫ്രാക്ഷൻ നമ്പർ ആക്കിയിട്ട് മാറ്റുമ്പോൾ എങ്ങനെയാണ് എഴുതുക? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം ഉണ്ട് നോക്കുക. അത് അത്ര 0 വരുന്ന സംഖ്യ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ആയതുകൊണ്ട് 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ എഴുതാം? മുകളിൽ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള ആ സംഖ്യ എഴുതുക, താഴെ 100 എഴുതുക അല്ലേ. അപ്പോൾ എങ്ങനെയാണ്? 405 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും. ഇനി അടുത്ത സംഖ്യ എന്താണ്? 0.45 ആണ്. ഇതും പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം ആയതുകൊണ്ട് 100 കൊണ്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. പിന്നെ ആ പോയിന്റ് ഒഴിവാക്കിയിട്ടുള്ള സംഖ്യ മുകളിൽ എഴുതുക. അതായത് 45 ഡിവൈഡഡ് ബൈ 100 എന്ന് കിട്ടും അല്ലേ. 0.45 എന്നുള്ളത് എന്താകും? 45 ഡിവൈഡഡ് ബൈ 100 എന്നും കിട്ടും. ഇനി നമുക്ക് 4.05 ഡിവൈഡഡ് ബൈ 0.45 എന്നുള്ളതിനെ നമുക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? 405 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 ബൈ 45 എന്ന് എഴുതാൻ പറ്റൂലേ. എന്താണ്? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡിവൈഡ് ചെയ്യണതിന് പകരം എന്ത് ചെയ്യുക? ഫ്രാക്ഷൻ നമ്പർ ഡിവൈഡ് ചെയ്യണതിന് പകരം എന്ത് ചെയ്യുക? അതിനെ തിരിച്ചിട്ടിട്ട് ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? 100 ബൈ 45 എന്ന് എഴുതാം. 405 ബൈ 100 ഇൻറ്റു 100 ബൈ 45 എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുകളിലും താഴെയും ഒരേപോലെയുള്ളത് വെട്ടി ഒഴിവാക്കാം അല്ലേ. മുകളിലും താഴെയും 100 ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 405 ബൈ 45 എന്നുണ്ടാവും അല്ലേ. ഇനി നമുക്ക് 405ലും 45ലും കോമൺ ആയിട്ട് വരുന്നത് ഏതാ നോക്കുക. എന്നിട്ട് അതിനെ നമുക്ക് വീണ്ടും വെട്ടി ചെറുതാക്കി ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ നോക്കൂ, 405ലും 45ലും 5 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ താഴെയുള്ള 45ന് ആദ്യം 5 എന്ന് കൊടുക്കുക. പിന്നെ ബാക്കി എന്താ വരുന്നത്? 5 ഇൻറ്റു 9 അല്ലേ 45. അപ്പോൾ അതേപോലെ തന്നെ മുകളിലുള്ള 405നെയും 5ഉം 9ഉം വരുന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കുക. നോക്കൂ, ആ 405 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 81 ആണല്ലേ. 81നെ വീണ്ടും നമുക്കൊന്ന് ചെറുതാക്കാം. അതായത് 9 ഇൻറ്റു 9 എന്നാക്കാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 9 ഇൻറ്റു 9 81 അല്ലേ. അപ്പോൾ മുകളിലുള്ള 405ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 5 ഇൻറ്റു 9 ഇൻറ്റു 9 എന്ന് കൊടുത്തു അല്ലേ. അപ്പോൾ 405 എന്ന് കിട്ടുമല്ലോ. താഴെയുള്ള 45ന് 5 ഇൻറ്റു 9 എന്ന് കൊടുത്തു. ഇനി മുകളിലും താഴെയും ഒരേപോലെയുള്ളതൊക്കെ നമുക്ക് വെട്ടി ഒഴിവാക്കാം. താഴെയും മേലെയും 5 ഒന്നുണ്ട്. അപ്പോൾ അത് 2 5ഉം പോകും. പിന്നെ താഴെയും മേലെയുള്ള ഓരോ 9ഉം പോകും. ബാക്കി വരുന്നത് എന്താണ്? ഒരു 9 മാത്രമാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോട്ടിൽസ് എത്രയാണ്? 9 നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അതായത് ആ 0.45 ലിറ്റർ എന്താണ് അളവിൽ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഈ 4.05 ലിറ്ററും കൂടി ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര ബോട്ടിൽ വേണം? 9 ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. An iron rod 17.5 meters long is cut into pieces of length 2.5 meters each. ഹൗ മെനി പീസസ് ആർ ദർ? അതായത് 17.5 മീറ്റർ നീളമുള്ള ഒരു അയൺ റോഡ് 2.5 മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ എത്ര കഷ്ണങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ആരും നമുക്ക് തന്നിട്ടുള്ള കാര്യം എഴുതാം അല്ലേ. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ആ ഒരു അയൺ റോഡിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്. എത്രയാണ്? 17.5 മീറ്റർ ആണ് അല്ലേ. പിന്നെന്താ തന്നിട്ടുള്ളത്? എത്ര കുറേ കഷ്ണങ്ങളാക്കിയെന്ന് പറഞ്ഞില്ലേ. അതിൽ ഒരു പീസിൻ്റെ ലെങ്ത് എത്രയാണ് തന്നിട്ടുണ്ട്. എത്രയാണ്? 2.5 മീറ്റർ ആണ്. ഇനി നമ്മളെന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഒരു 2.5 മീറ്ററിലുള്ള എത്ര പീസ് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്പർ ഓഫ് പീസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? 17.5നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോഴല്ലേ നമുക്ക് എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് അറിയാൻ പറ്റുക. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക?
അതൊരു ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഫ്രാക്ഷൻ നമ്പറാക്കിയിട്ട് മാറ്റിയിട്ട് വേണ്ടേ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ. അതായത് ഡിവൈഡ് ചെയ്യാനുള്ളത് ഫ്രാക്ഷൻ നമ്പർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് ആദ്യം ഫ്രാക്ഷൻ നമ്പർ ആക്കിയിട്ട് മാറ്റി എഴുതണം. അപ്പോൾ ആദ്യം നമുക്ക് 17.5 എന്നുള്ളതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റി എഴുതാം. നോക്കൂ അതെങ്ങനെയാണ് മാറ്റി എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ മുകളിൽ പോയിന്റ് ഇല്ലാത്ത നമ്പർ എഴുതുക, എന്നിട്ട് താഴെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 17.5 എന്നുള്ളത് എന്തായിട്ട് മാറും, 175 ഡിവൈഡഡ് ബൈ 10 ആയിട്ട് മാറും. പിന്നെ അടുത്തത് എന്താണ്, 2.5നെ മാറ്റുമ്പോഴോ അതും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത്, അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2.5 എന്നുള്ളത് എന്തായിട്ട് മാറും, 25/10 ആയിട്ടും മാറും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിനെ പിന്നെ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം, അതായത് 17.5 ഡിവൈഡഡ് ബൈ 2.5 അല്ലേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അതിന് പകരം അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റിയില്ലേ, അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, 17.5 ഡിവൈഡഡ് ബൈ 2.5 എന്നുള്ളത് എങ്ങനെ മാറ്റി എഴുതാം, 175/10 ഇൻറ്റു 10/25 എന്ന് എഴുതാം അല്ലേ. 25/10 എന്നുള്ളതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്, 10/25 അല്ലേ, അത് തിരിച്ചെഴുതിയത്. അപ്പോൾ അങ്ങനെ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എഴുതാം നമുക്ക്. ഇനി എന്താ ചെയ്യാം, താഴെ മേലെയും ഒരേപോലെയുള്ളതിനെ നമുക്ക് വെട്ടി ഒഴിവാക്കാം. അതായത് താഴെ മേലെയും 10 ഉണ്ട് അല്ലേ, ആ 10 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ്, മുകളിൽ 175 താഴെ 25 അല്ലേ ബാക്കിയുള്ളത്. അപ്പോൾ 175/25 എന്ന് എഴുതാം. ഇനി നോക്കൂ, അതിനെ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കാം. അതായത് മുകളിലുള്ള 175 കുറേ 25 ഇല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ആ 175നെ മാറ്റി എഴുതണം. അപ്പോൾ 175ന് നമുക്ക് എങ്ങനെ എഴുതാം, എത്ര 25ആണ് 175 എന്ന് പറയുന്നത്, 725 അല്ലേ, 725 175 ആണ്. അപ്പോൾ നമുക്ക് 175 എന്നുള്ളതിന് പകരം 7 × 25 എന്ന് എഴുതാം. താഴെയുള്ള 25ന് അതുപോലെ തന്നെ എഴുതാം. ഇനി എന്ത് ചെയ്യാം, മുകളിലും താഴെയും ഒരേപോലെയുള്ളത് വെട്ടി ഒഴിവാക്കാമല്ലോ. അപ്പോൾ ആ 25നെ വെട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്, 7 അല്ലേ. അതായത് 17.5 മീറ്റർ നീളമുള്ള ഒരു അയൺ റോഡിനെ 2.5 മീറ്റർ നീളമുള്ള കുറച്ച് പീസാക്കി മാറ്റിയാൽ എത്ര പീസ് ഉണ്ടാവും, 7 പീസസ് ആണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് 7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6.5 kilograms of chilli powder was packed in 0.25 kilogram packets. How many packets are there? അതായത് 6.5 കിലോഗ്രാം മുളക് പൊടി അത് 0.25 കിലോഗ്രാം വീതം പാക്കറ്റുകളിലാക്കിയാൽ എത്ര പാക്കറ്റ് ഉണ്ടാവും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കൂ. ടോട്ടൽ ചില്ലി പൗഡർ എന്ന് പറഞ്ഞത് 6.5 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു പാക്കറ്റിൽ കൊള്ളുന്ന ചില്ലി പൗഡറിൻ്റെ അളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ് 0.25 കിലോഗ്രാം ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്, എത്ര പാക്കറ്റ്സ് ഉണ്ടാവും, 0.25 വരുന്ന എത്ര പാക്കറ്റ്സ് ആണ് ചില്ലി പൗഡർ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, ആ 6.5നെ 0.25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോഴല്ലേ നമുക്ക് എത്ര പാക്കറ്റ്സ് ഉണ്ടാവും എന്ന് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക നോക്കൂ. നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ നമ്പറാക്കിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ നമ്പറാക്കിയിട്ട് മാറ്റണം. അപ്പോൾ നോക്കൂ, ആദ്യം 6.5നെ നമുക്ക് എങ്ങനെ മാറ്റാം, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സ്ഥാനമാണല്ലേ ഉള്ളത്, അതുകൊണ്ട് തന്നെ 10 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെ മാറും, 65/10 ആക്കാൻ പറ്റും. പിന്നെ അടുത്തതോ 0.25 ആണ്. അപ്പോൾ അത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമുണ്ട്, അതുകൊണ്ട് 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 25/100 എന്നും എഴുതാൻ പറ്റില്ല. 0.25ന് പകരം 25/100 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ 6.5 ഡിവൈഡഡ് ബൈ 0.25 ഇല്ലേ, അതിന് പകരമായിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, 65/10 ഇൻറ്റു 100/25 അല്ലേ. പിന്നെ 25/100 എന്നുള്ളതിൻ്റെ റെസിപ്രോക്കൽ അത് തിരിച്ചിട്ടത്, അതായത് 100/25, അതുകൊണ്ട് മൾട്ടിപ്ലൈ ആണ് വേണ്ടത്. ഹരിക്കണതിന് പകരം തിരിച്ചിട്ടിട്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ 65/10 ഗുണിക്കണം 100/25 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി നോക്കൂ, മുകളിലൊരു 100ഉം താഴെ ഒരു 10ഉം ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഓരോ പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവുക, മുകളിൽ 65 × 10ഉം താഴെ 1 × 25, അത് 25 അല്ലേ. 65 × 10 എന്ന് പറഞ്ഞാൽ 650 ആണ്, താഴെ 25, അപ്പോൾ 650/25 എന്ന് എഴുതാൻ പറ്റും. ഇനി 650/25നെ വീണ്ടും ഒന്ന് വെട്ടിച്ചെറുതാക്കണം. അതായത് 650ൽ 25 ഇല്ലേ, എത്ര 25ആണ്, 26 25ആണ് 650 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 26 × 25 എന്ന് എഴുതാം. 650ന് പകരം 26 × 25 എന്ന് എഴുതാം. താഴെയുള്ള 25 അതുപോലെ എഴുതാം. ഇനി നോക്കൂ, മുകളിലും താഴെയും ഒരേപോലുള്ളത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എന്താണ്, 25 വെട്ടിപ്പോവും. ബാക്കി 26 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. അതായത് നമ്പർ ഓഫ് പാക്കറ്റ്സ് എന്താണ്, 26 ആണല്ലേ. 6.5 കിലോഗ്രാം ചില്ലി പൗഡറിന് 0.25 കിലോഗ്രാം വീതമുള്ള
പാക്കറ്റ് ആക്കിയാൽ എത്ര പാക്കറ്റ് ഉണ്ടാവും? 26 പാക്കറ്റാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.